ഒരു വിഡ്ഢിത്തം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ വിഡ്ഢിത്തം എന്താണ്? നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ല. ഈ കുമ്മുട്ടിയും കുഞ്ചുവാര്യർ പറയണ വിഡ്ഢിത്തം പറയിപ്പിച്ച് നടക്കണ വേശ്യകളുടെ പോലത്തെ വിഡ്ഢിത്തരം അതേപടി വിശ്വസിച്ച് ശവപ്പെട്ടി വരെ നിങ്ങൾക്ക് വേണ്ടാന്ന് പറയും, നിങ്ങളെ വേണ്ടാന്ന് പറയും. അത് പറയാം. അപ്പോൾ ഇങ്ങോട്ട് കളയാണ്ട് പിന്നെ ഇങ്ങോട്ട് കളയണമെന്ന രീതി ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാം വിഡ്ഢിത്തം ചെയ്യണ രീതി ആ രീതി നാച്ചുറലി പോവാണ്. മനസ്സിലാക്കാൻ പഠിക്കും. അതുപോലത്തെ ഉണ്ടാവാണ്ട് ചെയ്യാണ്ട് ചിന്തിക്കാണ്ട് ആ ഉണ്ടാവാണ്ട് പണ്ട് ഉണ്ടാവാണ്ട് ചെയ്യാണ്ട് ഇപ്പം ചിന്തിക്കണ കാര്യം ചെയ്തിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നത് വ്യത്യാസം ഉണ്ട്. വെട്ടിത്തം നിൻ്റെ തലയിൽ മുടിയില്ല, അങ്ങനെ പെട്ടത്തലത്തിയാണെങ്കിൽ കുടവയർത്തിയാണെങ്കിൽ അത് ചിന്തിക്കാൻ പഠിക്കും. ഉണ്ടാവാണ്ട് ചെയ്യാണ്ട് ഇപ്പം ചിന്തിക്കുന്നതും ഉണ്ടായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന വ്യത്യാസം ഉണ്ട് ഇടപെട്ടി ഇല്ല. അപ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കണം എന്നുവെച്ചാൽ അങ്ങനെ ആവശ്യമില്ല. എൻ്റെ ആവശ്യമില്ല. അന്ന് ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തർ ഒരു തീം പാർക്കിലൊക്കെ പോകുമ്പോൾ അവിടെ ഇഷ്ടമില്ലാത്ത സ്ഥലം എന്ന് പറയാം. എന്നുവെച്ചാൽ ഞാൻ അവിടെ കൊങ്കണി രീതിയിലാണ് നിൽക്കണം. വെച്ചാൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടി മുളച്ച് വെട്ടികൾ കുറേ പേരുണ്ട്. തലയ്ക്ക് പിരി ഇളകിയിട്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യാണ്ട് കാര്യമില്ല. സ്ക്രൂ ഫിറ്റ് ചെയ്യാണ്ട് ഇപ്പോഴും പല സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. എന്താ കാര്യം മനസ്സിലാക്കാണ്ട് വിഡ്ഢിത്തം പറഞ്ഞ് വിഡ്ഢിത്തത്തിലൂടെ നിരങ്ങി നീങ്ങണം അവർ. തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാണ്ട് തമ്മിൽ കുഴിയിൽ ചാടിച്ച് കുറേ മരുന്ന് കുട്ടി വാങ്ങിയിട്ടുണ്ടാകുന്നേ തൊട്ട് ഇനി മരുന്ന് കുട്ടി വാങ്ങാനുള്ള ഇത്രയും ദുഷാട്ടിയ ബുദ്ധിയുള്ളവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ അന്ന് തൊട്ട് അറിയായിരുന്നു ഇങ്ങനെ വെഡ്ഡികളുണ്ടെന്ന്. ഇപ്പം മുക്കിന് മൂലയിൽ എത്രത്തോളം വെഡ്ഡികൾ ഇരിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് നിങ്ങളാണ് ശോഷിച്ച വേർഡ് പോയിക്കുന്നത്. പേരി പാവം പാകുഞ്ഞൻ എന്നെന്ന് പറയുന്നത് എന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആ വേർഡ് തിരിച്ച് പറയണല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധൈര്യം ഉണ്ട്. ഇവിടെ നിന്ന് വരണേന്ന് അറിയാം, ഏതൊക്കെ സ്ഥലങ്ങൾ വരണേന്ന് അറിയാം. ഇവിടെയുള്ള വെഡ്ഡി സ്ഥലങ്ങൾ ആദിവാസി സ്ഥലം കാണാൻ പോലെയല്ല അവിടെ നിന്ന് വെസ്റ്റേൺ കൾച്ചർ കണ്ടുവരുന്നത് അല്ലേ. വെച്ചാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കും. അതപ്പോൾ അതിൻ്റെ ഇടയിൽ കൊങ്കണി രീതിയിൽ കൊങ്കണി പോർച്ചുഗീസ് രീതിയിൽ മലയാളികളുടെ ഇടയിൽ താമസിക്കുമ്പോൾ ആ മുമ്പിൽ വരണല്ലേ. അപ്പോൾ ഉണ്ടാവാത്ത കാര്യം ചെയ്യാണ്ടിരുന്ന ഇതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ. അത് ഉണ്ടായി കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ചിന്തിക്കേണ്ട വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ഇതില്ല, ഏതല്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. ഈ കുഞ്ചുവാര്യർ പോലത്തെ വേശ്യകൾ ഇപ്പം ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് എത്ര ആണുങ്ങളുടെ കൂടെ വൃത്തികേട് ചെയ്ത് വേശ്യത്തരം മുക്കിലും മൂലയിലും രാത്രി ഉച്ചയ്ക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിനൊക്കെ കഴുത്തിന് പിടിച്ച് നേരിട്ട് കാണാൻ കിട്ടിയ കഴുത്തിന് പിടിച്ച് ഒറ്റയടിക്ക് പത്തി കൊണ്ട് ഒറ്റയടി തലയ്ക്ക് കൊടുത്തിട്ട് വീശി അങ്ങോട്ട് ദൂരെ എറിയണം. അപ്പോൾ ആ രീതിയിൽ കിട്ടും. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള വെഡ്ഡികൾ ഡ്രഗ്സ് അടിച്ച് കുടിച്ച് മൂക്കും പൊടിയും വലിച്ച് ചെറുപ്പത്തിലൊട്ട് ഒരു 5-10 വയസ്സ് വരെ വളഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു തരം കുരുട്ട് മോന്തുണ്ട് അവരുടെ. ആ കുരുട്ട് മോന്ത ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അവരുടെ ജനിച്ച് വരണ വിടർന്ന മോന്തയ്ക്ക് ഒരു സാമ്യതയില്ല. അപ്പോൾ മനസ്സിലാക്കുക, അങ്ങനെ കുടിച്ചിലൊക്കെ കെട്ട് കുട്ടി മൂക്കുപൊടിയും വലിച്ച് ഈ അന്നേ തൊട്ട് നടക്കുന്ന വെഡ്ഡികൾ കുറേ വൃത്തികെട്ട രീതിയിൽ ഓരോ മുമ്പിലും നടന്നിട്ടുണ്ട്. ഞാൻ അവർ കുറ്റം പറയാൻ പോയിട്ടുണ്ട്. അവർ നിന്നൊക്കെ എന്തൊക്കെ പറയണം, നിൻ്റെ പേര് പറഞ്ഞ അതാ സംബോധന ചെയ്യണം അല്ലേ. അതുകൊണ്ട് ശോഷിച്ച വാക്കുകൾ വൃത്തികെട്ടൊരു സൗണ്ട് ഉണ്ട് അവരുടെ അല്ലേ. ഒരു തരം എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട സൗണ്ടാണ് അവർക്ക്. എനിക്ക് പുറപ്പെടുവിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ അവരുടെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും വിവരം വരില്ല. ഗ്ലീഷോകളും എല്ലാ കുരുട്ട് ബുദ്ധികളും കുഞ്ഞ് ഒടിഞ്ഞ് നടക്കണവർ ഇത് പറയില്ലേ. ശോഷിച്ച റോമൻ കാത്തലിക്കും ശോഷിച്ച ഹിന്ദുവും ശോഷിച്ച മുസ്ലിംസും ഇങ്ങനെ തന്നെയാണ്. വെഡ്ഡിത്തത്തിന് മുന്നിൽ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി പ്രൂഫ് ആക്കി വെച്ച് ഇളിഞ്ഞ് വളഞ്ഞ കുരുട്ട് മോന്താന്ന് കണ്ടിട്ടുണ്ട്. ആ വളഞ്ഞ ശരീരവും ഇവരുടെ വ്യത്യാസമുണ്ട്. അത് വിടർന്ന മുഖമായിട്ട് എൻ്റെ പ്രൊഫൈലിൻ്റെ അടുത്ത് വെച്ച് അവരുടെ മോന്തയുമായിട്ട് കുറേ 100 ഫോട്ടോ വെച്ച് വിചാരിച്ചോ ഒരു സാമ്യതയും കാണാനല്ലേ. അപ്പോൾ മനസ്സിലാക്കാം, ഞാൻ 30 വയസ്സ് കഴിഞ്ഞിട്ടല്ല 30 വയസ്സ് കഴിഞ്ഞിട്ടാണോ ജോലിക്ക് വേണ്ടിയാണോ ഞാൻ അവിടെ ജനിച്ചത്? അല്ല, ഉദരത്തിൽ അവിടെ വളരുമ്പോൾ ഓരോ കാലും കൈയും അതിൻ്റെ വളരുമ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അവിടെ ഭക്ഷണ രീതിയും കൾച്ചറും വെസ്റ്റേൺ രീതിയിലും എല്ലാം പറഞ്ഞു. ഹിന്ദി വരണമല്ലോ അവിടെ, കൊങ്കണി പോർച്ചുഗീസും കലർന്ന ഒരു ലാംഗ്വേജ് വരണം. ഇംഗ്ലീഷ് വേർഡ്സ് കേട്ടിട്ട് ഇംഗ്ലീഷ് അല്ല അത്. അപ്പോൾ ഇംഗ്ലീഷ് വേർഡ് മാർക്കിട്ട് മലയാളികൾക്ക് മാർക്ക് കിട്ടണ പോലെയല്ല പണ്ട് പിന്നെ ഫ്യൂച്ചറിൽ. അപ്പോൾ അതൊരു 7-8 വയസ്സ് വരെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നേ. ഒരു കൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനത്തെ വാക്കുകളല്ല പറയണേ. യു ആർ എ ഫണ്ണി പേഴ്സൺ, എ ഗ്രേറ്റ് പേഴ്സൺ, വേൾഡ് അപ് ടു ഹൈപ്പർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജോലിക്ക് പോയിട്ട് അവിടെ ഹിന്ദി പറയണ പോലെയല്ല. 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. 1 വർഷം നിന്നിട്ട് വന്നതാണോ? അല്ല, 7-8 വർഷം നിന്നിട്ട് ഉദരത്ത് കടന്നു നിന്നിട്ട് ഒരു 10 വയസ്സ് വരെ എൻ്റെ പ്രഭാവം നിൽക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ. പ്രഭാവം നിങ്ങളുടെ ലാംഗ്വേജിലാണ് പറയണത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 11, അത് കഴിഞ്ഞ് ഒരു 6 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കൂമ്പളൂർ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോഴും ആ രീതിയിൽ പോകണമെന്ന് പറയാം. അപ്പോൾ മനസ്സിലാക്കാം എന്താ വ്യത്യാസം എന്ന്.
അപ്പോൾ അതുപോലത്തെ നിങ്ങൾ കുടിച്ചിലൊക്കെ കെട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡിയും വലിച്ച് കുട്ടിയും കഴിച്ച് എത്ര വർഷം, ഇത് കുറേ ദിവസങ്ങളും രാവിലെയും രാത്രി കഴിഞ്ഞു. എൻ്റെ വായിൽ നിന്ന് ഒരു ശോഷിച്ച വാക്ക് കഴിക്കുക, ശോഷിച്ചത് പറയുക, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആരെക്കുറിച്ചോ? ചെറുപ്പത്തിൽ എന്നെക്കുറിച്ചോ? ആരെക്കുറിച്ചോ ഇല്ല. അതെന്നെ എന്താ എൻ്റെ അർത്ഥം? ധൈര്യം ഉണ്ടത് എനിക്ക്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇല്ലാത്ത കാര്യം പറയിപ്പിക്കാത്ത കാര്യം കഴിപ്പിക്കാത്ത കാര്യം ചെയ്യാത്ത കാര്യം ചെയ്തില്ലാന്ന് പറയും. പക്ഷെ ചെയ്തവരും പറയിപ്പിച്ചവർ നടന്നവർ ഇത് പറയുമോ? ഇല്ല. അവർ വിഡിത്തത്തിൽ മുഴുകി വിലയില്ലാത്തതിൽ മുഴുകി കിടക്കും. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കാര്യമില്ല, പറയില്ല. അവർ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് തമ്മിൽ കുഴി ചാടിക്കണവരാണ്. ജീവനില്ലാത്തത് ആരാധിച്ച് നശ്വരമായതിനെ ആരാധിച്ച് സ്ത്രീകളെയും ഹ്യൂമൻസിനും മൃഗങ്ങളെയും എലീനെയും എരുമേനെയും ആരാധിച്ച് അതാണ് അവർ സൃഷ്ടിച്ചത് അത്ര. എന്നിട്ട് പാമ്പുകളെല്ലാം മഞ്ഞൾ പൊടിയും ആനയുടെ മുകളിൽ കെട്ടി അത് ഓടി നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഓടാൻ കുറേ വൃത്തികെട്ട വിഡ്ഢികൾ. അപ്പോൾ എത്ര കുളിച്ച് എന്തുണ്ടായാലും അവരുടെ ബോഡി വൃത്തിയാവണില്ലെന്ന് പറയും. എത്ര മേക്കപ്പ് ഇട്ടാലും വളഞ്ഞ ശരീരമാണ് അവരുടെ, കുഞ്ചുവാരികളുടെയും കുമ്മുട്ടിയുടെയും. അവർക്ക് ഈ വിഡ്ഢിത്തം കുട്ടിയും കഴിച്ച് ബേഡി വലിച്ച് നടന്ന് ശോഷിച്ചതിൽ മുഴുകി പറഞ്ഞ് നടന്ന് ജീവനില്ലാത്തത് ആരാധിച്ച് നശ്വര അവർക്ക് ഓൾറെഡി ശവമായി അവർക്ക് വീണ്ടും ശവമായിട്ട് ശവപ്പെട്ടിയിൽ കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ശവപ്പെട്ടിയും പൂമഞ്ചെന്ന് പറയും. ഇങ്ങനെയുള്ള ശവങ്ങൾ ഓൾറെഡി ശവമായിട്ട് ശോഷിച്ച അവസ്ഥയിൽ സ്വന്തം തന്തയുടെ തള്ള റിട്ടയർഡ് നേച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് അനുകരിച്ച് ധൈര്യമില്ലാത്ത അറിവില്ലാണ്ട് നടന്നവർ വീണ്ടും ശവപ്പെട്ടിയായിട്ട് ശവമായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. പറയാൻ ശരിയല്ല. ഫിസിക്കലി ഡെത്ത് വീണ്ട ആവശ്യമില്ല. ഓൾറെഡി ധൈര്യമില്ലാണ്ട് ഇങ്ങനെ ശോഷിച്ച അവസ്ഥയിൽ മൊഴി നടന്നവർക്ക് അത് സ്വന്തം തന്തയുടെ തള്ള റിട്ടയർഡ് നേച്ചർ ശോഷിച്ച അവസ്ഥയെന്ന് മനസ്സിലാക്കി അത് മാറാൻ പഠിക്കണം ധൈര്യമായിട്ട്. അതന്നെ അതേപടി തുടർന്ന് സ്പൂൺ ഫീഡിങ് തുടർന്ന് ഇത്രത്തോളം വർഷം ഈ വെഡിത്തം വിശ്വസിച്ച് ആരാധിച്ച് നടക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ? മാറാൻ തയ്യാറല്ല. ക്രിസ്ത്യാനിറ്റി എല്ലാം ഉണ്ടായിട്ടും ഈ ശോഷിച്ച റോമൻ കാത്തലിക്സും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസും എനിക്ക് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാനറിയാം. അതുകൊണ്ട് ഞാൻ പറയണേ, നിങ്ങൾ നുണ പറയാൻ പഠിക്കുക ആദ്യം. ഇതൊക്കെ ഉണ്ടായി അത് നുണ പറയാൻ പഠിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ തറപ്പിച്ച് നിൽക്കാനുള്ളത് കാണിക്കുക. കയ്യിലൊരു കാര്യം ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എത്രത്തോളം പറ്റും? അപ്പോൾ ശോഷിച്ച അവസ്ഥയിൽ എനിക്ക് മൂത്തവരെ തരണം, എനിക്ക് വല്ല ബെല്ലടിച്ച് പോയാൽ ഇതാക്കി കൊടുക്കാം. കൃമിയാട്ടനെ ആരെങ്കിലോട് നമുക്കൊരു അവതരണം ഉണ്ടെങ്കിൽ അങ്ങനെ ബെല്ലടിച്ച് പോയാൽ പറഞ്ഞിട്ട് എങ്ങനെയാണോ അങ്ങനെ താക്കി കൊടുക്കാം. കുളി കഴിക്കണം, പോലീസ് സ്റ്റേഷനിലാക്കണം, ഇപ്പോൾ ആവർത്തിക്കില്ല എന്നിട്ട് പറയാനായിട്ട് ആവശ്യമില്ലെങ്കിൽ വേണ്ട. വീട്ടിൽ ക്യാമറയുടെ നിങ്ങളൊക്കെ ഞാൻ പച്ചയ്ക്ക് ചോദിക്കും, നിങ്ങൾ തൂർന്നും മുള്ളുന്നതും നിൻ്റെയൊക്കെ തൂർന്നും മുള്ളുന്നതും കാണിക്കുന്ന എല്ലാ വക വെട്ടിത്തരം ഞാൻ നോക്കിയിരിക്കേണ്ട. നിൻ്റെ കണ്ണ് ചീത്തയാക്കേണ്ടത്, നിൻ്റെ നുണ പറയണ നാവ് ചീത്തയാവുന്നുണ്ട്. അതുപോലെ ഞാൻ ചെയ്യേണ്ട ഇല്ല. അതൊക്കെ ചോദിച്ചാൽ നിങ്ങളിങ്ങനെ ബാക്കോട്ട് മാറി പോവാണ്. അപ്പോൾ നുണ പറയാൻ പഠിക്കാതെ. അപ്പോൾ ക്യാമറ കണക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ടായിട്ടും ഞാൻ പറയാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയാം തൂർന്നും അല്ല എന്താ നോക്കിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എത്രയോ നിങ്ങൾ അവഹേളിച്ച് നിങ്ങളുടെ നാവ് പറഞ്ഞ് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാണ്ട് അവറുകൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങളുടെ ശോഷിച്ച നാവ്, നിങ്ങളുടെ നുണപ്പറച്ച്, നിങ്ങളുടെ അരുന്ന് കൂട്ടി വാങ്ങൽ, ഇത്രത്തോളം അരുന്ന് കൂട്ടി വാങ്ങിയിട്ട് ഇനിയും അരുന്ന് കൂട്ടി വാങ്ങണം. ഇത്രയ്ക്ക് ശാഠ്യവും ഇത്രയ്ക്കും ധാർഷ്ട്യം വെഡ്ഡി ധാർഷ്ട്യം. നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കാൻ പഠിക്കുക. ഈ ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാൻ എത്രത്തോളം അർത്ഥമുണ്ട്? ഇത്രയ്ക്കും നിർബന്ധ ബുദ്ധി കൊണ്ട് അരുന്ന് കൂട്ടി വാങ്ങണം ഇങ്ങനെ കുഴിയിലേക്ക് ചാടണം, തമ്മിൽ കുഴിയിൽ ചാടിച്ച്, വീട്ടുകാർ തമ്മിൽ കുഴിയിൽ ചാടിച്ച് ഞാൻ ആ വാക്കുകൾ തിരിച്ച് പറയണ്ട. പറഞ്ഞില്ല ആ വാക്കുകൾ നീ ശോഷിച്ച വാക്കുകൾ മൂട്ടിന്ന് വിടണം. മൂടിൻ്റെ ജോലി ചെയ്തോളും. അത് വായ ചെയ്യണമെന്നുണ്ട്. വായന്നുള്ള പൂർണ്ണ അറിവുള്ള കാര്യങ്ങൾ പറയണ്ടേ. സ്വന്തം തന്തയുടെ റിട്ടേൺ ഈശ്വര പൂർണ്ണ അറിവില്ലാണ്ട് അത് നികത്തി, അത് തിരുത്തി, അതൊന്ന് ധൈര്യമായിട്ട് ജീവിക്കാൻ പഠിക്കണം. കുറേ 60 വയസ്സ് കഴിഞ്ഞിട്ട് ചേഞ്ച് ആയിട്ട് കാര്യമില്ല. ഇപ്പോഴും ആ നുണപ്പറച്ചിലും ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കലും തുടരാണ്. കണ്ണ് ചീത്തയാക്കുന്നത്. ഞാനത് ചെയ്യണ്ട. തിരിച്ച് ലവ് വീഡിയോസ് എന്തെങ്കിലും കാണും, ഞാൻ കുടിക്കാൻ കഴിച്ച് കൂടുതൽ ദേഷ്യം വരണ്ട. ഇല്ല. കുടിച്ചിലൊക്കെ കേട്ട് ഡ്രഗ് അടിച്ചും വിഡിത്തത്തിന് കൈയടിച്ച് വിഡിത്തം പറഞ്ഞ് അവൻ കത്തിക്കൂട്ട് നടത്തി അവൻ അങ്ങനത്തെ ലാംഗ്വേജ് എൻ്റെ വായിന്ന് വരണ്ട. ഇല്ല. ബലാത്സംഗം ചെയ്ത് ഫാമിലി കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിഡിത്തത്തിൽ മുഴുകി ഈ വിഡിത്തം ഇവിടെ അയ്യെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കൈയടിക്കാൻ പോകണ്ട. വിഡ്ഢി ജീവനില്ലാത്തതിനെ ആരാധിച്ച് പാതിരികളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ആ പാതിരി വേഷം കെട്ടി വളഞ്ഞ മോന്ത കെട്ടിട്ടുണ്ട്. പാതിരികളുടെ വേഷം കെട്ടി ഒരു വളഞ്ഞ കുമ്മുട്ടിയുടെ കുഞ്ചുവാരിയുടെ കുണിയുടെയും 5 അടി പൊക്കമില്ല എല്ലാത്തിനും. ആ വളഞ്ഞ മോന്തയും നോക്കിയിരിക്കാൻ എനിക്ക് നാണാവില്ലേ? അതിന് മുന്നിൽ കൈ അടിക്കാൻ. ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ ഒരു വിഡിത്തത്തിന് കൈ അടിച്ച് പൊന്തിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ ശരിയായ ധൈര്യത്തോടെ നീങ്ങണേ. മനസ്സിലാക്കാൻ പഠിക്കുക. ഈ ആർട്ടിഫിഷ്യൽ മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് നടക്കണത്തിന് സ്വന്തം ജീവിതത്തിലുമില്ല അവരുടെ ജീവിതത്തിലുമില്ല. ഈ മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് പറയണ ഒരു കൈ അടിക്കാൻ ഞങ്ങൾക്ക് നാണാവില്ലേ? ഇത് ആരും പറയിപ്പിച്ച് പറയുന്നില്ല, സ്വന്തമായിട്ട് പറയുന്നത്. അത് വ്യത്യാസം മനസ്സിലാക്കുക. ഒരു 34 വയസ്സ് തൊട്ടാണ് ഏത് സമയത്ത് എന്ത് പറയണമെന്നുള്ള ഒരു ശരിക്കുള്ള ധാർഷ്ട്യം, ശരിക്കുള്ള ബുദ്ധി എപ്പോൾ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ പഠിക്കുക.
എൻ്റെ മുഖത്ത് നോക്കി അല്ല ആണെന്നാ ഫുൾ അറിവോടെ പറയാം അല്ല ആണെന്നാ, ഞാൻ തിരിച്ച് അല്ല ആണെന്നാ, അല്ലെങ്കിൽ എന്തെങ്കിലും ആണല്ല എന്ന് പറയണം, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി താഴ്ത്തി പറയാൻ പൊക്കി പറയാൻ പോയിട്ടില്ല എന്ത് അതൊക്കെ പറഞ്ഞു. മനസ്സിലൊക്കെ പഠിക്കുക എന്ത് രീതിയിലാണ് വളരണേ. ഇപ്പോൾ മറ്റം അവിടെ കണ്ടു മറ്റം ഒരു സെക്കൻഡ് വെച്ചാൽ ഞാൻ നല്ല ഓർമ്മശക്തിയോടെ നടക്കണം. നിങ്ങൾക്ക് അത് ഓർമ്മശക്തി കുറവാണെങ്കിൽ ഗുളിക കഴിച്ചിട്ട് അടുത്തേക്ക് കേൾക്കാതിരിക്കും, അടുത്ത വിസ്താരത്തിലിരിക്കുക. അപ്പോൾ ഞാൻ പറയണം ഈ മറ്റേ അങ്ങനെ തോന്നണില്ല, ചെറിയ ഉയരം കുറഞ്ഞവരാണ് നിങ്ങളെ ഏൽപ്പിച്ച് വിടുന്നതാണെങ്കിൽ പറയിപ്പിച്ച് ചെയ്യിപ്പിച്ച് വിടുന്ന വ്യത്യാസമുണ്ട്, സ്വന്തമായിട്ട് കാര്യം ചെയ്യണ വ്യത്യാസമുണ്ട്. ഇത് പുറത്ത് ചെന്നിട്ട് ചെയ്യണേ. അവിടെ ശോഷിച്ച വാക്കുകൾ പറയണല്ലേ, ശോഷിച്ച് കഴിക്കണല്ലേ, ജീവനില്ലാത്ത ആരാധിക്കണല്ലേ, നശ്വരമായ സ്ത്രീകളെയും ഹ്യൂമൻസിനെയും മൃഗങ്ങളെയും ആരാധിക്കണല്ലേ. ഈ എലീനെയും പാമ്പുകളെയും ആനകളെയും എരുമേനെയൊക്കെ ആരാധിക്കണം. എത്രത്തോളം ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക്. ജീവനുള്ള ദൈവം അതല്ല എന്ന് പറഞ്ഞു. അപ്പോഴും വെഡിത്തത്തിൽ നിന്ന് വെഡിത്തത്തേക്ക് നീ ആയിരുന്നു കുട്ടി വാങ്ങലിൻ്റെ ഒരു ശ്രേണി തുടർച്ച കിടക്കുകയാണ്. ഇപ്പോൾ പുഞ്ചിരിമറ്റത്തിലെ എല്ലാം കൂടി എല്ലാത്തിനും പേരും വിലാസമില്ലാണ്ട് ഹാരിസൺസ് മലയാളം വാലിയിലാണ് കുഴിച്ചിട്ടേക്കണത് അവരുടെ എല്ലാ ബോഡി പാർട്സ് പേരും വിലാസമില്ലാണ്ട്. ആ കൊറോണ സമയത്ത് 2020 2021 2022 ഉണ്ടായത് മനസ്സിലാക്കാണ്ട് 2023 രാജസ്ഥാനിൽ പോയിട്ട് ആ വെഡ്ഡി ജോലി നിർത്തേണ്ട സമയം ജോലി നിർത്തേണ്ട സമയം 2024 തന്നെ കിട്ടി ഇല്ലേ. 7 മാസം 5 മാസത്തിൻ്റെ ഇടയിൽ 6 എന്ന രീതിയിൽ 30 വയസ്സിൽ ഞാൻ പുതിയത് നോക്കുന്നുണ്ട്. ബാപ്റ്റിസം മുങ്ങി നിവർന്നെന്ന് അറിയാണ്ട് 2 ദിവസം മുമ്പ് ഓഗസ്റ്റ് 2 മുമ്പ് 7 ജൂലൈ ജീവനുള്ള ദൈവത്തിൻ്റെ സമയം അതിൽ കിട്ടി. അത് അവർ പുഞ്ചിരി മറ്റം എന്നാക്കി ന്യൂസിൽ പറയുമ്പോൾ കേട്ടു. ഹാരിസസ് മലയാളം വാലി എന്ന് പറഞ്ഞ് തിരുത്തിയിട്ട് അല്ല പുഞ്ചിരി മറ്റേ ഞാൻ പറയാം ഓരോരോ ഘടന ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് പോണത്. ഒരു കണ്ടു എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണ് പോകണം എല്ലാ കണക്ഷനും. ആ രീതി നിങ്ങളുടെ വിഡിത്തം പറഞ്ഞു തന്നിട്ടും ആ വിഡിത്തത്തിൽ തുടരണതിൽ നിങ്ങളുടെ വിഡിത്തത്തിൽ ആയിരുന്നു കുട്ടി വാങ്ങാനുണ്ടാവുള്ളൂ. ആ വിഡിത്തം മനസ്സിലാക്കി അത് ധൈര്യത്തോടെ മാറി നിൽക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ സ്വന്തം തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നൈസ് അറിയില്ലായ്മ അതേ സ്പൂൺ ഫീഡിങ് അനുകരിച്ച് ഇല്ലാണ്ടാവും. ഒരു ക്ലീഷ് പറയും ആരോഗ്യം ഇതുപോലെ പറയുമോ? ഏത് ഊമന ആരോഗ്യം ഇതുപോലെ പറഞ്ഞുണ്ടോ? കൂമന ഏതെങ്കിലും വിഡ്ഢികളോ ഏതെങ്കിലും കൊലയാളികളും മലയാളികളും ഉമനും മുണ്ടുകളും ആരെങ്കിലും ഇതുപോലെ പറയുമോ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. മനസ്സിലാക്കാൻ വേണ്ടി പറയിപ്പിച്ച് പറഞ്ഞ ഈ വൃത്തികെട്ട സൗണ്ടുള്ള വിഡ്ഢികൾ ആയിരുന്നു കൂട്ടി വാങ്ങാനെ ചെയ്യും. തോൽക്കാൻ ഒരുമ്പെട്ട് വന്നവർ തോൽക്കാനെ ചെയ്യും. എന്നുവെച്ചാൽ അവർ ജയിക്കില്ല. നമുക്ക് കാണാം ആര് ജയിക്കുക ആര് തോൽക്കാമെന്ന്.